എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പോർക്ക് കാന്താരി ഡ്രൈ വിന്താലു. ഇതൊരു വെറൈറ്റി കറിയാണ്. അതിനു വേണ്ടി ആവശ്യത്തിന് ഒരു അര കിലോ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് കഷ്ണിച്ച് വൃത്തിയാക്കി എടുത്തതിലേക്ക് ആവശ്യത്തിന് ഒരു പിടി ചുമന്നുള്ളി, ഒരു പിടി നല്ല എരിവുള്ള കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി എണ്ണയിൽ നന്നായിട്ട് വഴറ്റി കോരിയെടുത്ത് ആവശ്യത്തിന് അതിലേക്ക് കുറച്ച് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വാങ്ങി വെച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് അല്പം എണ്ണ കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചോ, കുഴപ്പമില്ല, ഒത്തിരി ആകരുത്. നന്നായി അരച്ച് അത് വാങ്ങിയതിന് ശേഷം കഷ്ണിച്ച് വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് ഇത് നന്നായി തേച്ച് പിടിപ്പിച്ച് അത് മാറ്റി വെച്ചിട്ട് കുക്കറിൽ ഒരു 2 ലെയറെങ്കിലും വാഴയില വെച്ച് അതിൽ ഒരല്പം വെള്ളം ഏറ്റവും അടിയിൽ ഒഴിക്കുക. ഒരു 20 ml കൂടുതൽ വേണ്ട. അതിൻ്റെ മുകളിലാണ് 2 ലെയർ വാഴയില വെച്ചിട്ട് വേറെ ഒരില വാട്ടി വെളിയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കരിയാപ്പില മാത്രം ഉള്ളെങ്കിൽ അത്, കറിവേപ്പില, സർവ്വസുഗന്ധി, രമ്പയില ഇതെല്ലാം കൂടി നിരത്തി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൂട്ടെല്ലാം കൂടെ കൂട്ടി വെച്ച് കൂമ്പൽ കൂട്ടിയെടുത്തിട്ട് അറ്റം റൗണ്ട് നന്നായിട്ട് വാഴയിലയുടെ ഒരു നാര് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ടൈറ്റ് കെട്ടി കുക്കറിൽ ഇറക്കി വെച്ച് ഒരു 5 വിസിലടിക്കുക. അതിന് ശേഷം അത് തണുത്തതിന് ശേഷം അത് വാങ്ങി വെച്ച് പാനിൽ എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് ചുമന്നുള്ളി, ഒരു ചെറിയ സവാള അരിഞ്ഞ് വഴറ്റി അതൊരുവിധം കോഫി കളറാകുമ്പോൾ നമ്മൾ ഈ കൂട്ടിട്ട് നന്നായിട്ട് ചെറു തീയിൽ അത് നല്ല വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നല്ല ഡ്രൈ പോലെ ഇരിക്കണമെങ്കിൽ ഒരല്പം ഒരു നുള്ള് അരിപ്പൊടി ഒന്ന് വെതർ കഴിയുമ്പം കുറച്ചുകൂടെ ഒരു ക്രിസ്പി ആയിട്ടത് വരും. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു വിന്താലുവാണ് അത്. ഇതിൻ്റെ പൊടി ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ്. ഒരു കാരണവശാലും വിന്താലു ചെയ്യുമ്പോൾ, വിന്താലു എന്നല്ല, ഇറച്ചി ഒരു മാംസാഹാരം ചെയ്യുമ്പോൾ ജീരകം ചേർക്കാതിരിക്കുവാണ് നല്ലത്. അതിന് പകരം സജീരകമാണ് ചേർക്കേണ്ടത്. അത് ബിരിയാണിയിൽ ചേർക്കേണ്ടതാണ്. സജീരകം ചേർത്ത് ബാക്കി എല്ലാ ചേരുവകളും ഇതിനകത്ത് ഇൻക്ലൂഡാണ്.